നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. വാസുവിനെ കൈവിലങ്ങ് അണിയിച്ചതാണ് ആർക്കൊക്കെയോ വല്ലാതെ അങ്ങ് പൊള്ളുകയാണ്. ആ പോലീസുകാരെ മാറ്റി നിർത്തണം, അവർക്കെതിരെ നടപടി സ്വീകരിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ കള്ളൻ എന്ന് പറയുന്നത് എന്നും കള്ളൻ തന്നെയാണല്ലോ. ഇപ്പോൾ ആഭ്യന്തര വകുപ്പ് ഈ രണ്ട് പോലീസുകാർക്കെതിരെ പൂജപ്പുരയിലെ AR ക്യാമ്പിലെ 2 പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നുള്ള വലിയൊരു ആവശ്യമൊക്കെ ശക്തമാകുകയാണ്. ശരിക്കും ഈ കൈവിലങ്ങ് വെച്ചതിൽ നിയമവിരുദ്ധമായ എന്തെങ്കിലും നടപടികൾ, എൻ്റെ കൂടുതൽ വശങ്ങൾ എന്താണ്? വാസു സാറ് അങ്ങനെ കള്ളം വാസുവായി. വാസു സാർ ഒരിക്കൽ നല്ല നീല സഫാരി സ്യൂട്ടൊക്കെ ഇട്ട് സുപ്രീം കോടതിയുടെ വരാന്തയിൽ നടക്കുന്നതും അന്ന് സുപ്രീം കോടതി അഭിഭാഷകരുമായി ശബരിമല യുവതീ പ്രവേശന വിഷയം ചർച്ച ചെയ്യുന്നതുമൊക്കെ അന്ന് നമ്മൾ ദൃശ്യങ്ങളിൽ ചാനലുകളിൽ കണ്ടിരുന്നു. അതേ വാസു സാർ അന്ന് വിമാനത്തിൽ കയറി നേരെ തിരുവനന്തപുരം എയർപോർട്ടിൽ വന്നിറങ്ങി AKG സെൻറ്ററിലേക്ക് വളരെ തിടുക്കത്തിൽ ഇതേ സഫാരി സ്യൂട്ടിൽ പാഞ്ഞു ചെല്ലുന്ന ദൃശ്യങ്ങൾ. കയ്യിലൊരു കറുത്ത ഫയൽ കൂമ്പാരമുണ്ട്. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർക്ക് നേരെ നോക്കി അന്ന് ശബരിമല വിശ്വാസ സമരം നടത്തിയ ഭക്തർക്കെതിരെ ഒരു പരിഹാസം. അന്ന് വാസു പറയുന്നത്, യുവതികൾക്ക് ഏത് അമ്പലത്തിലും കയറാൻ അവകാശമുണ്ട്, അതിന് ശബരിമല ആയാലും ഞങ്ങൾ കയറ്റും. ഇതേ നവോത്ഥാന നിലപാട് നേരെ പിണറായി വിജയന് മുന്നിൽ പോയി അവതരിപ്പിക്കുന്നു. അന്ന് പിണറായി വാസുവിനെ ചേർത്ത് പിടിച്ചു. പല കാരണങ്ങളുണ്ട്. കാരണം പിണറായിയെ സംബന്ധിച്ച് പത്മകുമാർ അന്ന് ചെകുത്താനും കടലിനും ഇടയിൽ നിൽക്കുകയാണ്. പത്മകുമാറിനെ സംബന്ധിച്ച് യുവതീ പ്രവേശനത്തെ അത്ര കണ്ട് എതിർക്കാനുള്ള കെൽപ്പില്ല. മറുവശത്ത് രഹസ്യമായി യുവതീ പ്രവേശന വിഷയത്തിൽ സമരം ചെയ്യുന്ന സമരക്കാർക്ക് ചില അനുകൂല വശങ്ങളൊക്കെ സ്വീകരിക്കുന്നുണ്ട്. എന്നാൽ പിണറായി വിജയൻ്റെ മുന്നിൽ ചെല്ലുമ്പോൾ മുട്ടിടിച്ച് നിൽക്കും. കാരണം ഈ പത്തനംതിട്ട ജില്ല അത് അച്യുതാനന്ദന് മേൽക്കോയ്മയുള്ളൊരു ജില്ലയായിരുന്നു. അവിടെ ആ ജില്ലയിൽ അടപടല നേതാക്കളെ പിളർത്തി പിണറായി ക്യാമ്പിലെത്തിച്ച ഒരു നേതാവാണ് പത്മകുമാർ. അതുകൊണ്ട് തന്നെ പത്മകുമാറിന് പിണറായിയെ കൈവിടാൻ കഴിയില്ല, പിണറായിക്ക് പത്മകുമാറിനെ കൈവിടാൻ കഴിയില്ല. വാസു പക്ഷേ പിണറായിയുടെ ഗുഡ് ബുക്കിൽ പെട്ടെന്ന് ഇടിച്ചു കയറി ചെന്നു. അങ്ങനെ പിണറായി വിജയൻ്റെ ഏറ്റവും വിശ്വസ്ത വിധേയനായി വാസു നിൽക്കുന്നു. ജുഡീഷ്യറി ഓഫീസർ പദവിയിലിരുന്ന വ്യക്തിയാണ്. 2 തവണ ശബരിമല ദേവസ്വം കമ്മീഷണർ, 1 തവണ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ചില്ലറ കക്ഷിയൊന്നുമല്ല. വളരെ ചെറുപ്പത്തിൽ പഞ്ചായത്ത് പ്രസിഡൻ്റായി, പിന്നീട് രാഷ്ട്രീയത്തിൽ വളർന്നു വന്ന ഒരു വലിയ കഥാപാത്രം. ഈ വാസു സാറ് പല താരങ്ങൾക്കും മുകളിലായിരുന്നു, പ്രത്യേകിച്ച് CPM-ൽ. വാസുവിനെ ആ നവോത്ഥാന കാലഘട്ടം തൊട്ട് പിണറായി ചേർത്ത് പിടിച്ച് വലിയ വിശ്വസ്തനായി നിലനിർത്തി. അതുകൊണ്ട് വാസു സാർ എന്തെങ്കിലും ചെയ്താൽ, കള്ളൻ വാസു ആകുന്നതിന് മുൻപ് പിണറായി വിജയൻ്റെ മനസ്സമ്മതമില്ലാതെ ഒന്നും ചെയ്യില്ല. മറുവശത്ത് അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും വാസുവും ഒക്കെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. അതേ വാസുവാണ് ഒടുവിൽ കൈവിലങ്ങ് വെച്ച് നിലയിൽ കൊല്ലത്തെ വിജിലൻസ് കോടതിയിലേക്ക് പോലീസുകാർ കൊണ്ടുപോകുന്നൊരു കാഴ്ച കേരളത്തിന് മുന്നിൽ വന്നത്. ഇത് ഞെട്ടിച്ചത് നമ്മൾ ആദ്യം കരുതി ഇതൊരു സ്വാഭാവിക പരിണാമമായിരിക്കുമെന്ന്. പക്ഷേ ഇപ്പോൾ ആരാണ് വാസുവിനെ വിലങ്ങണിയിച്ചത്? ആരാണ് വാസുവിനെ വിലങ്ങണിയിക്കാൻ ഉത്തരവിട്ടത്? എങ്ങനെ വാസുവിൻ്റെ കയ്യിൽ വിലങ്ങ് വന്നു? ഇതിപ്പോൾ ചർച്ച ചെയ്യുന്നത് സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും DGP-യും ADGP H വെങ്കടേഷും ഒക്കെ ചേർന്നാണ്. കാരണം ഇവരാരും ഇത്തരമൊരു നിർദ്ദേശം നൽകിയിരുന്നില്ല. നേരത്തെ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ കൈവിലങ്ങ് വയ്ക്കരുത് എന്ന് നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ DYSP കർശനമായ നിർദ്ദേശം നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനും സുധീഷ് കുമാറിനൊന്നും കൈവിലങ്ങെന്ന് ചാർത്തപ്പെട്ടില്ല. എന്നാൽ വാസുവിൻ്റെ കയ്യിൽ കൈവിലങ്ങ് ചാർത്തപ്പെട്ട നിലയിൽ നിൽക്കുന്നു. ഇവിടെയാണ് വലിയ അത്ഭുതം. എങ്ങനെ ഈ കൈവിലങ്ങ് വാസുവിൻ്റെ കയ്യിൽ വന്നു? AR ക്യാമ്പിലെ പോലീസുകാരാണ് വാസുവിനെ പൂജപ്പുരയിലെ ജയിലിൽ നിന്ന് കൊല്ലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയത്. ഇവർ കൃത്യമായി സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കേണ്ടവരാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഒരു കാരണവശാലും വാസുവിൻ്റെ കയ്യിൽ വിലങ്ങണിയിക്കരുത് എന്ന നിർദ്ദേശം എല്ലാ പോലീസുകാർക്കും കൈമാറി. എന്നിട്ടും എങ്ങനെ വാസുവിൻ്റെ കയ്യിൽ വിലങ്ങ് വന്നു? ഇത് അയ്യപ്പൻ്റെ അത്ഭുതം എന്ന് മാത്രമേ നമുക്ക് പറയേണ്ടതുള്ളൂ. അവിടെയാണ് ഇപ്പോൾ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഒരു അന്വേഷണം നടത്തി വിശദമായ റിപ്പോർട്ട് നമ്മുടെ DGP-ക്ക് കൈമാറിയിരിക്കുന്നത്. DGP വളരെ കോപാകുലനാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഹാലിളകി നിൽക്കുന്നു. വാസുവിൻ്റെ കയ്യിൽ വിലങ്ങ് ചാർത്തപ്പെട്ടു എങ്കിൽ അടുത്തതായി ചോദ്യം ചെയ്യാൻ ക്യൂവിലുള്ള അതിനേക്കാൾ ദൈവതുല്യനായ ആളുകളുണ്ട്. അവരുടെ കൈകളിലും വിലങ്ങ് വെക്കേണ്ടേ എന്ന ചോദ്യം സ്വാഭാവികമായി വരും. ഇതിലൊരു ഇരട്ട നീതിയില്ലേ എന്ന പ്രശ്നവും ഉയർന്നു വരും. അതുകൊണ്ട് തന്നെ ഇനി ചോദ്യം ചെയ്യപ്പെടലിനും അറസ്റ്റിനും കാത്തിരിക്കുന്ന ക്യൂവിലുള്ളവർക്ക് ഇപ്പോൾ തന്നെ ഭയപ്പാട് തുടങ്ങിയിരിക്കാം. അതിൻ്റെ അനുരണനമാവാം ആദ്യം കാണുന്നത്. മറ്റൊന്ന്, എങ്ങനെ വാസുവിൻ്റെ കയ്യിൽ ഈ വിലങ്ങ് വന്നു? അവിടെയാണ് നമ്മൾ അയ്യപ്പൻ്റെ അത്ഭുതം കാണേണ്ടത്.
എയർ ക്യാമ്പിലെ പോലീസുകാർ ഇപ്പോൾ വളരെ രഹസ്യമായി പറഞ്ഞു കേൾക്കുന്നത്, ഈ പോലീസുകാർ വളരെ അടുത്ത സുഹൃത്തുക്കളോട് അവർ ആത്മകഥം പോലെ പറയുമല്ലോ, ഇവർക്ക് അടുത്ത അയ്യപ്പ ഭക്തരാണ്. അവർക്ക് അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച വാസുവിനെ കള്ളനായിട്ട് മാത്രമേ കാണാൻ കഴിയൂ. അവർ തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അവരുടെ സുഹൃത്തുക്കളാണ് ആ ചോദ്യം ചോദിക്കുന്നത്. കേരളത്തിലെ ബെണ്ടിച്ചോറിനെ കൈവിലങ്ങ് വെച്ചല്ലേ കൊണ്ടുപോകുന്നത് നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ കഴിഞ്ഞ ദിവസം ബെണ്ടിച്ചോറ് പെട്ടെന്ന് കൊച്ചിയിൽ വന്നൊരു സഞ്ചിയുമായിട്ട്. ഈ ബെണ്ടിച്ചോറ് എന്തിനാണ് പെട്ടെന്ന് കൊച്ചിയിൽ വന്നത് എന്നതിനെക്കുറിച്ച് രസകരമായ ഒട്ടനവധി ചർച്ചകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ ചെമ്പ് സ്വർണ്ണമാക്കാനും സ്വർണം ചെമ്പാക്കാനുമുള്ള ഇവിടുത്തെ ടെക്നോളജി പഠിക്കാൻ വന്നതാണ്. ഇത് കള്ളം വാസുവിൻ്റെ അടുക്കൽ നിന്ന് ബെണ്ടിച്ചോറ് ഇത് പഠിച്ച് തിരികെ പോകാൻ. കാരണം ബെണ്ടിച്ചോറ് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽപ്പെട്ടാൽ പൂജപ്പുര ജയിലിലേക്ക് വരും. അപ്പോൾ കള്ളം വാസുവുമായി ബെണ്ടിച്ചോറിന് കൂടുതൽ ചർച്ചകൾ നടത്താം. അങ്ങനെ ഈ സാങ്കേതിക വിദ്യ പഠിച്ചാൽ അയാളുടെ തൊഴിലിന് അത് വലിയ സഹായകരമാകുമെന്നാണ് വലിയൊരു ട്രോള്. നമുക്കതിനെ ചിരിച്ചു കളയണ്ട. മറുവശത്ത് അയ്യപ്പൻ പറഞ്ഞയച്ചതുപോലെ എയർ ക്യാമ്പിൽ നിന്ന് 2 പോലീസുകാർ, അവരുടെ ഉള്ളിൽ ഉള്ള ഒരു അയ്യപ്പ ഭക്തി. അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച വാസുവിൻ്റെ കയ്യിൽ വിലങ്ങ് വയ്ക്കാതിരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. അങ്ങനെ വിലങ്ങ് വെച്ച നിലയിൽ വാസുവിൻ്റെ ഫോട്ടോ ചാനലുകളിൽ വരുന്നു, മാധ്യമങ്ങളിൽ വരുന്നു. ഇത് വാസുവിനെ സംബന്ധിച്ച്, വാസു സാറ് പഴയ വാസു സാറിൻ്റെ മനസ്സാണല്ലോ. കള്ളൻ വാസു ആണെങ്കിലും വാസു സാറിൻ്റെ മനസ്സ് പഴയ വാസു സാറാണ്. പോലീസുകാർ സല്യൂട്ട് അടിക്കുന്ന ജുഡീഷ്യൽ ഓഫീസർ. അവിടെ തിരുവാഭരണം കമ്മീഷണറൊക്കെ ആയിരുന്നപ്പോൾ പോലീസ് വലയത്തിലാണ് കടന്നു ചെല്ലുന്നത്. പിന്നീട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴും വലിയ ആഡംബര സമൃദ്ധിയില്ല. പണ്ട് ഡൽഹിയിൽ നിന്നൊക്കെ വരുന്ന ചിത്രം അപ്പോഴൊക്കെ പോലീസ് എസ്കോർട്ടുണ്ട്. ആ വാസു സാറിനെയാണ് കൈവിലങ്ങ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ജയിലിൽ പൊട്ടിത്തെറിക്കുകയായിരുന്നാണ് കേട്ട വാസു. എന്നെ കൈവിലങ്ങ് വെച്ചവരെ, കൈവിലങ്ങ് വെച്ച ആഭ്യന്തര വകുപ്പ്, മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള എയർ ക്യാമ്പിലെ പോലീസുകാരല്ലേ, ഞാൻ പാഠം പഠിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞു. അതോടെ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അടക്കം വരണ്ടു. ഇത് കൈവിട്ടു പോകുന്ന കളിയാണെന്ന് മനസ്സിലായി. പെട്ടെന്ന് DGPയുമായി ബന്ധപ്പെട്ടു. അപ്പോഴാണ് പറയുന്നത് വിലങ്ങ് എങ്ങനെ വന്നു എന്നറിയില്ലെന്ന്. ഇനി 2 നിരപരാധികളായി പോലീസുകാരെ വേണമെങ്കിൽ സസ്പെൻഡ് ചെയ്യാം, അവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാം, ഇതൊക്കെ നടക്കും. പക്ഷേ മറ്റ് പലരുടെ കൈകളിലും കൈവിലങ്ങ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതെല്ലാം നമ്മുടെ ഭാരതീയ ന്യായ സംഹിത അനുസരിച്ചൊന്നുമല്ല. നിയമപ്രകാരം കൈവിലങ്ങ് വയ്ക്കണമെങ്കിൽ കൊലപാതകം, തീവ്രവാദ കുറ്റം, ബലാത്സംഗ കുറ്റം, ഇതൊക്കെ കടുത്ത കുറ്റകൃത്യങ്ങൾ ചുമത്തിയ പ്രതികളുടെ കൈകളിലെ കൈവിലങ്ങ് വയ്ക്കാവൂ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഇവിടെ വാസുവിനെ സംബന്ധിച്ച് മോഷണമാണ് കുറ്റം. പക്ഷേ വാസു ഇപ്പോൾ ഒരു കള്ളൻ വാസു എന്ന് നമ്മൾ പറയാനുള്ളൊരു മുഖ്യ കാരണം ഈ മോഷണ ഗൂഢാലോചനയുടെ പ്രധാന ഭാഗമാണ്. ഇതൊരു സംഘടിത കുറ്റകൃത്യമാണ്. അപ്പോൾ ഒരു സംഘടിത കുറ്റകൃത്യം എന്നുള്ള നിലയ്ക്കും രാജ്യത്തെ ഒരു ക്ഷേത്രം കൊള്ളയടിച്ച കുറ്റകൃത്യം എന്ന നിലയ്ക്കും ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. ആ നിലയ്ക്ക് കൈവിലങ്ങ് വയ്ക്കുന്നതിൽ തെറ്റില്ല. കാരണം സംഘടിതമായി ഒരു കൂട്ടം ഉദ്യോഗസ്ഥരും ഒരു കൂട്ടം കള്ളക്കടത്തുകാരും ചേർന്ന് അല്ലെങ്കിൽ കൊള്ളക്കാരും ചേർന്ന് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രം കൊള്ളയടിച്ചിരിക്കുകയാണ്. നമ്മൾ മുമ്പ് മുഹമ്മദ് ഗസ്നിയെ കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ട്. ഇന്ത്യയുടെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാനെത്തിയ ധാരാളം ഭരണാധികാരികളെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ട്. ടിപ്പു സുൽത്താനെ കുറിച്ച് പോലും അത്തരം ധാരാളം സംഭവങ്ങൾ നമുക്ക് പറയാറുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ശബരിമല എന്ന ക്ഷേത്രത്തിൽ നിന്നും സ്വർണ്ണ കൊള്ള നടത്തിയ ഒരു കൊടും കുറ്റവാളിയാണ്. സംഘടിത കുറ്റകൃത്യത്തിൻ്റെ സൂത്രധാരനാണ്. അപ്പോൾ ഒരു പക്ഷേ ഇയാളെ രക്ഷിക്കാൻ അന്താരാഷ്ട്ര തലത്തിൽ ഈ സ്വർണ്ണ ശില്പങ്ങൾ കൊണ്ടുപോയ ഏതെങ്കിലുമൊക്കെ ഏജന്റുമാർ ഇതിൽ ഇടപെട്ടുകൂടായികയില്ല. അയാളെ ഏതെങ്കിലും തരത്തിൽ അപായപ്പെടുത്താൻ പോലും ആളുകൾ ശ്രമിച്ചേക്കാം, പല സത്യങ്ങൾ തുറന്നു പറയുമെന്ന് ഭയന്ന്. ഇത്ര കോപാകുലനായി നിൽക്കുന്ന വാസുവിൻ്റെ ആയുസ് എത്രയുണ്ടെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം പൂജപ്പുര ജയിലിലാണ് കഴിയുന്നത്. ആ ജയിൽ ഭക്ഷണത്തിലോ എന്തെങ്കിലും ഒക്കെ ഒരു വിഷാംശം കലർന്ന് എന്തെങ്കിലും ചെന്നാൽ വാസുവിൻ്റെ കാര്യം പോക്കാണ്. കാരണം വാസു ജീവിച്ചിരിക്കുന്നത് പലർക്കും അപകടം ഉണ്ടാക്കും. വാസുവും പത്മകുമാറിൻ്റെയും ഒക്കെ ജീവിതങ്ങൾ പലരെയും അലോസരപ്പെടുത്തും. പല ഉന്നതരുടെയും ഉറക്കം ദിവസങ്ങളായി മുടക്കം വന്നിട്ടുണ്ടാകും ഇപ്പോൾ ഇവർ അകത്ത് കിടക്കുമ്പോൾ. ഇപ്പോൾ വാസുവും പത്മകുമാറും ജീവനോടെ ജയിലിൽ കഴിഞ്ഞാലും അത് അലോസരപ്പെടുത്തുന്ന ഒരുപാട് ദൈവതുല്യരായ വലിയ നേതാക്കളുണ്ട്. അവർക്കൊക്കെ ഇവർ ജീവിച്ചിരിക്കുന്നത് പോലും അപകടമാകും. അവർക്ക് ഏതെങ്കിലും തരത്തിൽ ഇവർ പ്രതികരിച്ചാൽ ഉറക്കം കെടും. അതുകൊണ്ട് തന്നെ വല്ലാത്തൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന കാഴ്ചയാണ്. വാസുവിൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചത് അയ്യപ്പ ഭക്തരായ ആ പോലീസുകാരാണ്. ഒരു പക്ഷേ അയ്യപ്പൻ തന്നെയാവും.
ഇവിടെ നമ്മൾ സാധാരണ ഈ നാട്ടിൻപുറങ്ങളിലൊക്കെ ക്ഷേത്രങ്ങൾ കൊള്ളയടിക്കാൻ വരുന്ന കള്ളന്മാരുണ്ടല്ലോ, അപ്പോൾ അവരെ പിടിക്കപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത്, ഒരു കൂട്ടം ആൾക്കാർ അവരെ പിടിച്ചു കഴിയുമ്പോൾ ആദ്യം ചെയ്യുന്നത് ഒന്നെങ്കിൽ എവിടെയെങ്കിലും തെങ്ങിലോ മതിലിലോ കെട്ടിയിടുക, അല്ലെങ്കിൽ അവരെ തുണിയോ കയറോ കൊണ്ട് കൈ കെട്ടിയിടുക എന്നുള്ള ഒരു നടപടിയാണ് ആദ്യം ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ വാസുവിൻ്റെ കാര്യത്തിൽ കൈവിലങ്ങ് വെച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇതുവരെ ശബരിമല കൊള്ളയിൽ ഒരക്ഷരം പ്രതികരിക്കാതിരുന്ന പലർക്കും ഇപ്പോൾ പൊള്ളി തുടങ്ങുകയാണ് വാസുവിൻ്റെ കയ്യിലെ ആ ഒരു വിലങ്ങ് കാണുമ്പോൾ. ഇത് ദൈവതുല്യരെയാണ് ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചിരിക്കുന്നത്. ഈ പറയുന്ന വാസുവിൽ മാത്രമാണോ ഇനി കൈവിലങ്ങ് ഉണ്ടാകാൻ പോകുന്നത്? ഇനി പറയുന്ന പത്മകുമാറിനെ കോടതിയിൽ ഹാജരാക്കുമ്പോഴും ഇങ്ങനെ ഒരു കൈവിലങ്ങ് കാണാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതാ ഞാൻ തീർച്ചയായിട്ടും ഇതിലൊരു അത്ഭുതം നടന്നിരിക്കുന്നു എന്ന് പറയുന്നത്. കാരണം വാസുവിൻ്റെ കയ്യിൽ കേരളം ഭരിക്കുന്ന ആഭ്യന്തരമന്ത്രി അറിഞ്ഞ് ഒരു കൈവിലങ്ങ് വീടില്ല. കേരളത്തിൻ്റെ DGP ഇത്തരമൊരു കൈവിലങ്ങിടാൻ നിർദ്ദേശം നൽകില്ല. ഇനി ഈ പ്രത്യേക കേസ് അന്വേഷിക്കുന്ന SIT ഒരു കാരണവശാലും കൈവിലങ്ങ് വിൽക്കരുത് എന്ന് ഉത്തരവ് നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഇത്ര ശക്തമായ ഉത്തരവുകൾ ചുറ്റും നിന്നിട്ടും എങ്ങനെ വാസുവിൻ്റെ കയ്യിൽ വിലങ്ങ് വന്നു? അത് അയ്യപ്പൻ്റെ ഇടപെടലാണ്. അപ്പോൾ ഈ വിലങ്ങ് ഇനി അടുത്തത് ആരുടെ കയ്യിലേക്ക്? അതൊന്നും ആർക്കും തടയാൻ കഴിയില്ല. വാസുവിൻ്റെ അറസ്റ്റ് തടയാൻ കഴിഞ്ഞില്ല, പത്മകുമാറിൻ്റെ അറസ്റ്റ് തടയാൻ കഴിഞ്ഞില്ല. പത്മകുമാറും വാസുവും ഒക്കെ ജയിലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെട്ടു. വാസു പരമാവധി നമ്പറുകൾ പറ്റി കഴിഞ്ഞ ദിവസം ഒന്ന് ആശുപത്രിയിൽ കയറാൻ. താൻ ഹൃദ്രോഗിയാണ്, എപ്പോൾ വേണമെങ്കിലും ഹൃദയം നിലച്ചു പോകും, ഉച്ചത്തിൽ ശ്വാസമെടുക്കാൻ കഴിയില്ല, അടച്ച മുറി കാണുമ്പോൾ തനിക്ക് ഭയമുണ്ട് എന്നൊക്കെ കോടതി മുറിക്കുള്ളിൽ പറഞ്ഞു. കാരണം ഇരുട്ടിനെ ഭയമുണ്ട്, ഒറ്റയ്ക്ക് തനിക്ക് ഈ ഒറ്റയ്ക്കാവുന്ന അവസ്ഥ ഭയക്കുന്ന ചിലരുണ്ട്, ഒരു പ്രത്യേക മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ. അത്തരം പ്രശ്നങ്ങളൊക്കെ വാസുവിനുണ്ട്. ഇതൊക്കെ പറഞ്ഞിട്ടും കോടതി കമാന്നൊരു അക്ഷരം പറഞ്ഞില്ല. പൂജപ്പുര ജയിലിൽ ഒരു സ്പെഷ്യൽ പരിഗണന കൊടുത്തേക്കാൻ പറഞ്ഞു. അവിടെ ഒരു കട്ടിലും ഭാരം കെട്ടി അവിടെ പോയി സ്വസ്ഥമായിട്ട് കിടക്കുന്നു. ജയിൽ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വന്ന് നോക്കുന്നു, വലിയ കുഴപ്പമൊന്നുമില്ല, ചങ്കൊക്കെ ഒരുവിധം പ്രവർത്തിക്കുന്നുണ്ട്. വാസുവിനെ പിന്നെ പ്രായക്കൂടുതൽ പറയുന്നു. ഇത്രയധികം പ്രായമുള്ള വാസുവിനെ പോലൊരു ഉന്നതൻ്റെ കയ്യിൽ വിലങ്ങ് വെക്കാമോ? ഇതാണ് ഒരു പൊതുമണ്ഡലത്തിൽ CPMൻ്റെ ഉന്നത നേതാക്കൾ ഉയർത്തുന്ന ചോദ്യം. അവിടെ ഇതൊരു സ്വാഭാവികതയായി. അതുകൊണ്ട് തന്നെ ഇനി കടന്നു വരുന്ന ഓരോരോ കഥാപാത്രങ്ങൾക്കും ഈ വിലങ്ങൊരു ഭയമാണ്. വിലങ്ങ് മാത്രമല്ല, വിലങ്ങൊരു വളരെ സിംബോളിക്കായിട്ടുള്ളൊരു അടയാളമാണ്. വിലങ്ങിനപ്പുറം എന്തൊക്കെ അപകടങ്ങൾ അവരെ കാത്തിരിക്കുന്നുണ്ട്. വല്ലാത്തൊരു കഥയാണ് ഈ ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട്. നമ്മൾ ഓർക്കണം, 2019 കൊള്ള. 2019 ശബരിമലയിൽ ഈ സ്വർണ്ണക്കൊള്ള നടക്കുമ്പോൾ അന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് സമാനമായ മറ്റൊരു സ്വർണ്ണക്കൊള്ളയുടെ കഥകൾ നമ്മൾ കേൾക്കുന്നു. വലിയ വിവാദം ആളിപ്പടരുന്നു. അതിനുശേഷം ശബരിമല യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സമരങ്ങളെ നിഷ്ഠൂരം അടിച്ചമർത്തിയ ഒരു കേരളത്തിൻ്റെ സർക്കാർ ഭരണകൂടം. ശബരിമല അയ്യപ്പ സമരം അടിച്ചൊതുക്കി അയ്യപ്പ വിശ്വാസികളുടെ കണ്ണീർ വീഴ്ത്തിയ ആ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്നീട് അയ്യപ്പ കോപം ഭയന്നു. അതുകൊണ്ടാണ് ചില ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് അവർ പാഞ്ഞു ചെന്നത്. ആ ജ്യോത്സ്യന്മാർ നൽകിയ ജ്യോതിഷ ചാർത്തുകളുണ്ട്. അത് പിന്നീട് പലരും ചർച്ച ചെയ്തു. ഒട്ടനവധി ജ്യോത്സ്യന്മാർ പറഞ്ഞിരുന്നു. പിണറായി വിജയനും കുടുംബവും ഒക്കെ ചെന്ന് പ്രായശ്ചിത്തം തേടി. ആ പ്രായശ്ചിത്തങ്ങളിൽ ഒന്നായിരുന്നു വെളുത്ത വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച്, അല്ലെങ്കിൽ വെളുത്ത വാഹനങ്ങൾ ഉപയോഗിച്ച് കറുപ്പിലേക്ക്, അയ്യപ്പൻ്റെ ഒരു യൂണിഫോം അറിയാമല്ലോ, ശബരിമലയിലേക്ക് പോകുന്നവരൊക്കെ കറുത്ത ഉടുപ്പാണ് ഇടുന്നത്. അപ്പോൾ വലിയൊരു പ്രായശ്ചിത്തമായി കറുത്ത ഉടുപ്പ് ധരിക്കണമെന്ന്. അപ്പോൾ പിണറായി വിജയനെ സംബന്ധിച്ച് ഈ കരിങ്കുപ്പായം ധരിച്ച് കേരളത്തിലൂടെ നടന്ന കറുത്ത ഉടുപ്പിട്ട് വരുന്നവരെ അടിച്ചോടിച്ച കാലഘട്ടമാണ്. അന്ന് കറുത്ത തുണിയോ കറുത്ത ഷർട്ടോ ഇട്ട് ആരെങ്കിലും പിണറായി വിജയൻ്റെ അടുക്കൽ ചെന്ന് അവരെ തല്ലി ഒലിച്ച് ഷർട്ട് ഊരി പോലീസ് സ്റ്റേഷനിൽ പിടിച്ചിരുത്തുന്ന കാലഘട്ടമാണ്. അവരെയെല്ലാം ഷർട്ട് ഊരിച്ചിട്ട് പിണറായി വിജയൻ ഈ കറുത്ത ഷർട്ട് ഇട്ടാലത്തെ അവസ്ഥ. അതുകൊണ്ട് പിണറായി അതിന് വേറെന്തെങ്കിലും പ്രായശ്ചിത്തമുണ്ടോ എന്ന് ചോദിക്കുന്നു ജ്യോത്സ്യരോട്. അപ്പോൾ അവർ പറഞ്ഞു, കറുത്ത ഉടുപ്പ് വേണ്ട, കറുത്ത വസ്ത്രത്തിന് പകരം കറുത്ത വാഹനം മതി. പറഞ്ഞ് കേട്ട വാദി കേൾക്കാത്ത വാദി മുഖ്യമന്ത്രിയുടെ വെളുത്ത ഇന്നോവ കാർ അതൊക്കെ കളഞ്ഞു. അത് കളഞ്ഞിട്ടൊരു കറുത്ത കിയ കാർ മേടിച്ചു. എസ്കോട്ട്, പൈലറ്റൊക്കെ നോക്കിയാലോ എല്ലാം കറുപ്പ് വാഹനങ്ങളുടെ കൂട്ടമാണ്. അപ്പോൾ അയ്യപ്പൻ്റെ ആ പ്രായശ്ചിത്തത്തിന് വേണ്ടി പിണറായി വിജയൻ പൂർണ്ണമായിട്ടും കറുപ്പിലേക്ക് കടന്നു. പിന്നീട് നമ്മൾ പിണറായി വിജയൻ്റെ ഭാര്യയും മകളെയും ഒക്കെ കേരളത്തിന് പുറത്ത് ക്ഷേത്രത്തിൽ, എനിക്ക് തോന്നുന്നത് അങ്ങ് ട്രിച്ചി ക്ഷേത്രത്തിൽ നമ്മൾ തൊഴുന്ന മറ്റമ്പലത്തിന് മുന്നിൽ നിന്ന് തൊഴുന്ന കാഴ്ചകളൊക്കെ കണ്ടല്ലോ അവർ രണ്ടുപേരും. അപ്പോൾ അമ്പലങ്ങളൊക്കെ ഈ അമ്മയും മകളും സന്ദർശിക്കുന്നു.
പിണറായി വിജയനും രഹസ്യമായി ചില പൂജകളൊക്കെ നടത്തിയെന്ന് CPM-ൽ തന്നെ ഉന്നതർ പറയുന്നു. CPM-ലെ ഒട്ടനവധി ഉന്നതർ രഹസ്യ പൂജകൾ സ്ഥിരമായി ചെയ്യാൻ തുടങ്ങി. പ്രായശ്ചിത്തം വേണമല്ലോ ചെയ്ത തെറ്റിന്. അതുപോലെ തന്നെ നമ്മുടെ പത്മകുമാറും ആ കാലഘട്ടത്തിൽ വെളുത്ത കാറിൽ നടന്നയാളാണ്. പത്മകുമാരൻ കറുത്ത കാറിലേക്ക് കയറി. കാരണം പ്രായശ്ചിത്തം പത്മകുമാർ ഇതൊക്കെ കൊള്ള നടത്തും, കള്ളത്തരത്തിന് കൂട്ടു നിൽക്കുമെങ്കിലും ഉള്ളിലൊരു അയ്യപ്പ പേടിയുണ്ട്. കാരണം അയ്യപ്പൻ്റെ ചരിത്രം വ്യക്തമായി അറിയാവുന്നയാളാണ്. ഈ പത്മകുമാറിൻ്റെ അച്ഛൻ അച്യുതൻ നായർ പണ്ട് ശബരിമലയിലെ ഈ വെടി തേങ്ങ കരാറുകാരനായിരുന്നു. അപ്പോൾ ആ കാലഘട്ടം മുതൽ ശബരിമലയിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി അറിവുള്ളയാളാണ്. അപ്പോൾ ആ പേടി, ഉള്ളിലൊരു പേടിയുണ്ട്, ഈ കള്ളത്തരം ചെയ്യുന്നവർക്ക് പ്രത്യേകിച്ചും. അങ്ങനെ പത്മകുമാറും കറുത്ത കാറിലേക്ക് കയറി. ഈ കറുത്ത കാറിൽ ഇത്രയും ചുറ്റിയിട്ടും ഇത്രയധികം പ്രായശ്ചിത്തങ്ങൾ ചെയ്തിട്ടും അയ്യപ്പ കോപം മാറുന്നില്ല. അപ്പോൾ ജ്യോത്സ്യന്മാർ ഉപദേശിച്ചു, ഒരേ സമയം ലോകത്തിൻ്റെ പല ഭാഗത്ത് അയ്യപ്പ മന്ത്രങ്ങൾ ഉയർന്നാൽ അതൊരു വലിയ മുക്തിയുടെ കാരണമാകും. അങ്ങനെയാണ് ആഗോള അയ്യപ്പ സംഗമം. 12 മണിക്കൂർ തുടർച്ചയായി അയ്യപ്പ ഭജനം അവിടെ ഉണ്ടാകണമെന്നൊക്കെ ജ്യോത്സ്യന്മാർ നിഷ്കർഷിച്ചു. പക്ഷെ അങ്ങനെ അയ്യപ്പ ഭജനത്തിന് വേണ്ടി ആളുകളെ ഇരുത്തി അങ്ങനൊരു മതപരമായ ചടങ്ങ് അവിടെ നടന്നാൽ അത് സർക്കാരിന് നാണക്കേട് ഉണ്ടാക്കുമെന്ന് ഭയന്ന പിണറായി വിജയൻ അയ്യപ്പനെ അങ്ങ് പുകഴ്ത്തി ധാരാളം പ്രസംഗിക്കുന്നു. ആളുകളൊക്കെ ഈ ഇടതുപക്ഷത്തിൻ്റെ മുദ്രാവാക്യം പോലെ അയ്യപ്പൻ സിന്ദാബാദ് വിളിക്കുന്നു. അങ്ങനെ ആഗോള അയ്യപ്പ സംഗമം നടത്തി. പക്ഷെ ഇത് കോപം ഇരട്ടിക്കാൻ ഇടവന്നു. ഇപ്പം ഞാൻ 1-2 ജ്യോത്സ്യന്മാരുമായിട്ട് സംസാരിച്ചു. അവരും പറയുന്നത് അയ്യപ്പ കോപം അങ്ങനെ നമുക്ക് ഈ നമ്പറുകൾ കൊണ്ടൊന്നും തടുക്കാൻ കഴിയില്ല. അതിന് യഥാർത്ഥ പ്രായശ്ചിത്തം വേണം. അത് വാഹനം കറുപ്പാക്കിയത് കൊണ്ടോ വസ്ത്രം കറുപ്പാക്കിയത് കൊണ്ടോ ഒന്നും കാര്യമില്ല. നമ്മുടെ ഉള്ളു ശുദ്ധീകരിക്കണം, ചെയ്തു പോയ തെറ്റ് ഏറ്റു പറയണം. അതല്ലാതെ അധികാരം നിലനിർത്താനുള്ള വെറുമൊരു നമ്പറായിട്ട് ഇതിനെയൊക്കെ കാണുമ്പം അയ്യപ്പ കോപം ഇരട്ടിയാകും. അതുകൊണ്ടാണ് ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് പിണറായി വിജയൻ തിരിച്ച് തിരുവനന്തപുരത്ത് എത്തുന്നതിന് മുൻപ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ചില അബദ്ധങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞത്. അതോടെ കൈവിട്ടുപോയി. ഒരു പീഠമായിരുന്നു പ്രശ്നം. പീഠം പലതിൻ്റെ അടയാളം. ഒരു പീഠം അതൊരു അയ്യപ്പൻ ഇരിക്കുന്ന ഒരു നമുക്കറിയാമല്ലോ, അയ്യപ്പൻ്റെ ഒരു ഭാവം ഇരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. അയ്യപ്പൻ ഇരിക്കുകയാണ് അവിടെ. അതുപോലെ തന്നെ മഹിഷി വധത്തിന് ശേഷം മാളികപ്പുറത്തമ്മയായി മാറിയ മാളികപ്പുറത്തമ്മയെ ഇരിക്കുകയാണ്. അപ്പോൾ ശബരിമലയുടെ ഒരു വിശിഷ്ട ഭാവമുണ്ട്. അത് മര്യാദയ്ക്ക് ഇരിക്കണമെന്നുള്ള സന്ദേശമാണ്. മര്യാദയ്ക്ക് ഇരിക്കാത്തവരെയൊക്കെ പണി കിട്ടും. ഇരിക്കുന്ന പീഠം, ദ്വാരപാലക പീഠങ്ങളുടെ പേരിലാണ് പിന്നീട് വിവാദങ്ങളങ്ങ് തുടങ്ങുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ പീഠം എടുത്തിട്ട് ഒടുവിൽ പീഠം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുക്കുന്നു. ഇതോടുകൂടി കളം മാറി. 2024 മുതൽ ഹൈക്കോടതിയുടെ കർശന നിരീക്ഷണത്തിലാണ് ശബരിമല. അവിടെ ദേവസ്വം ബോർഡിൻ്റെ സ്പെഷ്യൽ ബെഞ്ചുണ്ട്. പുതിയ ജഡ്ജിമാരാണ്. അവർ വളരെ അയ്യപ്പ ഭക്തരുമാണ്. അവരങ്ങ് ഇടപെട്ട് ദേവസ്വം വിജിലൻസിനോട് ഈ കാര്യങ്ങൾ അന്വേഷിക്കാൻ പറയുന്നു. അതോടുകൂടി കൈവിട്ടുപോയി. ദേവസ്വം വിജിലൻസിനെ സംബന്ധിച്ച് അവർ സത്യസന്ധമായ റിപ്പോർട്ട് ഹൈക്കോടതിക്ക് മുന്നിൽ സമർപ്പിച്ചു. ആ റിപ്പോർട്ട് കേരളത്തിലുണ്ടാക്കിയ കൂളിളക്കം. ഹൈക്കോടതി നേരിട്ട് ഇടപെടുന്നു. ഇവിടെയാണ് നമ്മൾ എങ്ങനെ കൈവിലങ്ങ് വീഴുന്നു, എങ്ങനെ ഇവർ ഓരോരുത്തരായി അടപടൽ അകത്തേക്ക് പോകുന്നു എന്നതിൻ്റെ ശക്തി മനസ്സിലാക്കാൻ ഹൈക്കോടതി നേരിട്ട് ഓരോരോ അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടെത്തുന്നു. ഹൈക്കോടതി ഇവരുടെയൊക്കെ മുൻകാല ചരിത്രം പരിശോധിക്കുന്നു. ഈ ഉദ്യോഗസ്ഥന്മാരെക്കുറിച്ച് പല രീതിയിൽ വെർട്ടിക്കൽ അന്വേഷണം ഹൈക്കോടതി നടത്തിയെന്നാണ് ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ച്. അതിനുശേഷം മുകൾ തട്ടിലുള്ള ADGP മുതൽ ഏറ്റവും താഴെ തട്ടിലുള്ള SI വരെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരെയും ഹൈക്കോടതിയാണ് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിലേക്ക് നിയോഗിക്കുന്നത്. ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണം. ഏതെങ്കിലും തലത്തിൽ ഈ കേസിലൊരു അട്ടിമറി നടന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസി അപ്പോൾ തന്നെ കളത്തിലിറങ്ങും. അത് കൃത്യമായി അന്വേഷണ ഏജൻസിക്കറിയാം. അത്തരമൊരു ഘട്ടത്തിൽ ഹൈക്കോടതി വളരെ ശക്തമായ പരാമർശം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്കെതിരെ ഹൈക്കോടതിയുടെ റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തും. അവിടെ ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവർക്ക് പെൻഷൻ പോലും കിട്ടില്ലെന്നറിയാം. അവിടെ അയ്യപ്പ കോപം പ്രഭാവിക്കുന്നുണ്ട്. കാരണം തികഞ്ഞ അയ്യപ്പ ഭക്തരെ തന്നെയാണ് ഹൈക്കോടതി തിരഞ്ഞെടുത്ത് ഇത്തരമൊരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ഭാഗമാക്കിയത്. അതുകൊണ്ട് തന്നെ പത്മകുമാറൊക്കെ കിളി പോലെ പറയും, ഈ അന്വേഷണ സംഘം വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്താൽ നല്ല നിലയിൽ തെളിവുകൾ ശേഖരിച്ച് പത്മകുമാറിൻ്റെ മുന്നിൽ നിർത്തിയാൽ പത്മകുമാറിന് രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് മാത്രമല്ല, താൻ വീണില്ലേ പടുകുഴിയിൽ. അതുകൊണ്ട് തന്നെ ഇനി തന്ത്രിയെയും മന്ത്രിയെയും ഒക്കെ ഞാൻ വെറുതെ വിടില്ല എന്ന് പത്മകുമാർ തന്നെ അറസ്റ്റിലാവുന്നതിന് തൊട്ടു മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്ത്രിക്കിട്ടും മന്ത്രിക്കിട്ടും ഒക്കെ പണി കൊടുക്കും എന്ന് വ്യക്തമാണ്. ഈ മൊഴി അന്വേഷണ സംഘത്തിന്
വളരെ വ്യക്തതയോടെ സ്പഷ്ടമായി പത്മകുമാറിൽ നിന്ന് കിട്ടിയാൽ തൊട്ടടുത്ത ദിവസം കൂടുതൽ അറസ്റ്റുകളിലേക്ക് കടക്കും. അവിടെ വീണ്ടും കൈവിലങ്ങ് ചർച്ചയാകും. അവിടെ വീണ്ടും കൊള്ളയുടെ ഓരോരോ വശങ്ങളും ചർച്ച വരും. ഇതാണ് ഇതിൻ്റെ ഒരു ആത്യന്തിക ഭാവം. ഇത് ശബരിമലയുടെ ഒരു വിശാല അർത്ഥത്തിൽ നമ്മൾ കാണണം. സ്വാമി അയ്യപ്പൻ്റെ ഒരു പ്രകടമായ ഇടപെടലിൻ്റെ ഭാഗമായി നമ്മൾ കാണണം. ശബരിമലയ്ക്ക് ഒരു വലിയ പ്രത്യേകതയുണ്ട്. ശബരിമലയിലെ സാധാരണ നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അവിടെ ദേവൻ്റെ മുന്നിൽ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ ഈശ്വരൻ്റെ മുന്നിൽ നമ്മൾ ധ്യാനിക്കുന്നു, മന്ത്രങ്ങൾ ഉരുവിടുന്നു, തിരിച്ചു പോരുന്നു. പക്ഷെ ശബരിമലയിലേക്ക് നമ്മളെങ്ങനെ കടന്നു പോകുന്നത്? ശബരിമലയിലേക്ക് പോകുന്ന നമ്മൾ ഓരോരുത്തരും സ്വാമി അയ്യപ്പനാണ്. വ്രതമനുഷ്ഠിച്ച് നമ്മൾ അയ്യപ്പ ഭാവം ഉൾക്കൊണ്ട് അയ്യപ്പനായി തന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നു. അവിടെ ഇരിക്കുന്ന സാക്ഷാൽ അയ്യപ്പനിലേക്ക് നമ്മൾ വിലയം പ്രാപിക്കുന്നു. അപ്പോൾ ഞാനും നീയും എന്നുള്ളൊരു സങ്കല്പം ആത്യന്തികമായി അവിടെ ഇല്ല. അവിടെ അയ്യപ്പൻ എന്നുള്ളൊരു സങ്കല്പമാണ്. അപ്പോൾ അയ്യപ്പ സങ്കല്പത്തിലേക്ക്, അയ്യപ്പൻ്റെ ആ ഒരു പരമമായ ഒരു ദിവ്യ കാന്തിയിലേക്ക് നമ്മൾ ഒന്നായി ചേരുകയാണ്. അവിടെ നിന്ന് നമ്മൾ അയ്യപ്പൻ്റെ സ്വത്വം ആവാഹിച്ച് നമ്മളൊരു പുതിയ മനുഷ്യനായി തിരിച്ചു വരികയാണ്. പിന്നെ നാട്ടിലെത്തി മാലയൊക്കെ ഊരി പഴയ പോക്കൃത്തരങ്ങളിലേക്ക് പോകും എന്നുള്ളത് വാസ്തവമാണെങ്കിലും ഈ ശബരിമലയിലേക്ക് പോകുന്ന മിക്കവരും വ്രതാനുഷ്ഠാനങ്ങളുടെ കാലഘട്ടത്തിൽ കൊടിയ പാപങ്ങളിലൊന്നും പെടാറില്ല. അവരുടെ ജീവിതചര്യ പോലും വളരെ സൂക്ഷിച്ച, ബ്രഹ്മചര്യത്തിൽ പോലും അവർ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യാറില്ല. കാരണം അത്രയേറെ ഒരു അയ്യപ്പ വിശുദ്ധിയും അയ്യപ്പ വിശ്വാസവും അവരിൽ അന്തർലീനമായിട്ടുണ്ട്. ഇതും നമ്മൾ ഈ തലത്തിൽ വേണം കാണാൻ. ഇപ്പോൾ അയ്യപ്പൻ്റെ സ്വത്ത് അപഹരിച്ച, അയ്യപ്പൻ്റെ സ്വർണം കൊള്ളയടിച്ച ഈ വലിയ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർ അവരൊരു പക്ഷേ ഇപ്പോൾ അയ്യപ്പൻ്റെ ഭാവം പൂണ്ടിരിക്കാം. നീയും ഞാനും എന്നുള്ളൊരു രണ്ട് ഭാവം അവിടെ ഉണ്ടായിരിക്കില്ല. അത് ഒരു നിഷ്ഠയുടെ ഭാഗമാണ്, അതൊരു അനുഷ്ഠാനത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ നമ്മൾ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അന്വേഷണത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഓരോ പോലീസ് ഉദ്യോഗസ്ഥരിലും ഈ ഭാവം കാണണം. അതുകൊണ്ട് നമ്മൾ എയർ ക്യാമ്പിലെ 2 പോലീസുകാരാണ് ഈ കള്ളവാസുവിനെ തൂക്കിക്കൊണ്ട് പോയത് എന്ന് പറഞ്ഞ് പോലീസിനെ നമ്മൾ വളരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ നോക്കേണ്ടതില്ല. ഇതിലൊക്കെ ഒരു അയ്യപ്പ ഭാവം കാണണം. ഇവിടെ ഇപ്പോൾ ശബരിമല ദേവസ്വം ബോർഡിൻ്റെ ഇപ്പോൾ നടന്നിരിക്കുന്ന കൊള്ളകളിലെല്ലാം തന്നെ ദേവസ്വം ബോർഡ് ഉത്തരവാദികളാണ്. ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് ദേവസ്വം ബോർഡിന് പിഴവ് സംഭവിച്ചു എന്നുള്ള കാര്യം. അങ്ങനെ ഒരു പൊളിച്ചെഴുത്ത്, ജയകുമാറിനെ കൊണ്ടുവന്ന ഒരു പൊളിച്ചെഴുത്തിന് ഒരു ശ്രമമൊക്കെ സർക്കാർ നടത്തിയിരുന്നു. എന്നാലും ഈ ദേവസ്വം ബോർഡിൽ നിന്നുള്ള പിടി കൈവിട്ടു പോകരുത്. അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ജയകുമാറിൻ്റെ പേഴ്സണൽ സ്റ്റാഫുകളിൽ പഴയ പ്രസിഡൻ്റ് ആയിരുന്ന പ്രശാന്തിൻ്റെ ആൾക്കാരെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതായത് ഒന്നും പുറത്തു പോകരുത് എന്നുള്ള ഒരു നീക്കമാണോ അതിന് പിന്നിലുള്ളത്? അല്ല, ഈ കൊള്ളക്കാരുടെയൊക്കെ നമ്മുടെ ഒരു സിനിമയില്ലേ, ഒന്നും ചേക്ക് വിട്ട് പുറത്തു പോയിട്ടില്ല എന്ന് പറയുന്നത് പോലെ അയ്യപ്പൻ്റെ അവിടെ നിന്ന് കൊള്ളയടിച്ചതൊക്കെ ചേക്ക് വിട്ട് പുറത്തു പോകാതിരിക്കാൻ ഇവിടെ ദൈവതുല്യരായിരിക്കുന്നവരൊക്കെ ശ്രമിക്കുന്നുണ്ടാവും. പക്ഷെ ഒക്കെ ചേക്ക് വിട്ടെന്നല്ല, രാജ്യാന്തര തലത്തിൽ പോയിട്ടുണ്ട്. അതൊന്നും അവരുടെ കയ്യിൽ നിൽക്കുന്ന കഥയല്ല. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല, ദേവസ്വം ബോർഡ് അംഗങ്ങൾ, അന്ന് ശങ്കർദാസും വിജയകുമാറും ഒക്കെ ഈ പത്മകുമാറിൻ്റെ കയ്യൊപ്പ് ചാർത്തുന്നതിനൊപ്പം കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരാണ്. അവർക്കാർക്കും ഈ കുറ്റകൃത്യത്തിൽ നിന്ന് കൈകഴുകാൻ കഴിയില്ല. പക്ഷെ ഇവിടെ ആത്യന്തികമായി ഈ സർക്കാർ ഭയക്കുന്നത് മറ്റൊന്നാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ശബരിമലയിലെ കട്ടിളപ്പാളികളും ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികളും അപഹരിച്ചു എന്നുള്ള ഒരൊറ്റ കേസാണ്. ശബരിമല കാലങ്ങളായി കൊള്ളയടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക. ശബരിമലയിലേക്ക് എത്ര കോടി വരുമാനമാണ് ഒഴുകിയെത്തുന്നത്. ആളുകളൊക്കെ ഈ തെലങ്കാനയിൽ നിന്നൊക്കെ വരുന്നവർ മിക്കവർക്കും അവരുടെ ബിസിനസ്സിൻ്റെ ഒരു നിശ്ചിത വിഹിതം അയ്യപ്പനായി അവർ മാറ്റിവെക്കും. ഇപ്പോൾ ഒരു കമ്പനിയൊക്കെ രൂപീകരിക്കുമ്പോൾ 10% അയ്യപ്പന് ഷെയർ കൊടുക്കും. എന്നിട്ട് ഈ 10% ലാഭവിഹിതം എല്ലാ വർഷവും ശബരിമലയിൽ കൊണ്ടുവന്നവരിടും. അത് ചിലപ്പോൾ സ്വർണത്തിൻ്റെ രൂപത്തിലാകാം, അല്ലെങ്കിൽ മറ്റ് കാഴ്ച വസ്തുക്കളുടെ രൂപത്തിലാകാം. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഭണ്ഡാരത്തിൽ പോകുന്നുണ്ടോ? ഭണ്ഡാരത്തിന് പുറത്ത് വീഴുന്നത് എങ്ങോട്ടേക്കാണ് പോകുന്നത്? അവിടെ ഈ കൊള്ളയടിക്കുന്നവരുടെ ഒരു മനസ്സിലൊരു വിചിത്ര ഭാവമുണ്ട്. ഇത് തങ്ങൾക്ക് അയ്യപ്പൻ തരുന്നതാണ്, തങ്ങളുടെ കഷ്ടകാലം മാറ്റാൻ. എത്ര പണം കുമിഞ്ഞുകൂടിയാലും, തങ്ങൾ എത്ര സമ്പന്നരാണെങ്കിലും ഇത് അയ്യപ്പൻ്റെ എന്തോ ദാനം എന്നുള്ളൊരു മട്ടിൽ ഇതൊക്കെ കൊള്ളയടിക്കുകയാണ്. അപ്പോൾ ശബരിമലയുമായി നടന്ന, കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന മഹാകൊള്ളയുടെ കഥകൾ പലതും നമ്മുടെ ദേവസ്വം ബോർഡ് കെട്ടിടത്തിൻ്റെ രേഖകളിൽ ഒളിച്ചിരിപ്പുണ്ട്. ആ കെട്ടിടത്തിൻ്റെ പല ഭാഗങ്ങളിലും അതിൻ്റെ തെളിവുകൾ ഇപ്പോഴും കെടാതെ നിൽപ്പുണ്ട്.
ഈ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കടന്നാൽ, കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എത്തിയാൽ ഇതെല്ലാം അടപടലം തൂക്കും. ഈ ഭയം ഇവരൊക്കെ വേട്ടയാടും. ക്ഷേത്ര സ്വത്ത് കൊള്ളയടിച്ചു എന്ന ഒരു മുദ്ര ചാർത്തി ഇവരൊക്കെ ഒടുവിൽ ചത്തൊടുങ്ങേണ്ടി വരും. അതിവരെ വല്ലാണ്ട് ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം ഒരു ദൈവിക ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന സന്നിധാനത്തിൻ്റെ ചിത്രം നമ്മളിപ്പോഴും കാണുന്നു. ഇത്രയധികം വിവാദങ്ങളിൽ അകപ്പെട്ടപ്പോഴും ഈ വൃശ്ചികം 1 ശബരിമലയിലേക്ക് ഒഴുകിയെത്തിയ ഭക്തജനങ്ങൾ അത് എല്ലാ കണക്കുകളെയും തെറ്റിച്ചില്ലേ? ഈ മണ്ഡലകാലത്തിൽ ശബരിമലയിലേക്ക് ഒഴുകി വരുന്ന അയ്യപ്പ ഭക്തരുടെ കണക്ക് നമ്മെ ഞെട്ടിക്കുകയല്ലേ? അപ്പോൾ ഈ വിവാദങ്ങളൊന്നും ജനങ്ങൾ മുഖവിലക്കെടുക്കുന്നില്ല. അവരിപ്പോഴും അയ്യപ്പനെ വിശ്വസിക്കുന്ന, അയ്യപ്പ സന്നിധിയിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നു. ഇത്രയധികം ജനങ്ങൾ അങ്ങോട്ടേക്ക് ആകർഷിക്കപ്പെടുന്നു എങ്കിൽ അവിടെ നമ്മൾ വിചാരിക്കുന്നതിലുമൊക്കെ അപ്പുറത്തൊരു വലിയ ദിവ്യശക്തി തീർച്ചയായിട്ടും അവിടെ പ്രകടമായിട്ട് തന്നെയുണ്ട്. ഒളിഞ്ഞിരിക്കുന്നു എന്നൊന്നും പറയാൻ പറ്റത്തില്ല, കാരണം അത് പ്രകടമായിട്ടുണ്ട്. ആ പ്രകടമായിട്ടുള്ള ദിവ്യശക്തിയിലേക്ക് ആകർഷിക്കപ്പെടുക ആളുകൾ. അവിടെ വിശുദ്ധിയിൽ വരുന്നവർ ആകർഷിക്കപ്പെടും, അവിടെ ആ ഭഗവാനിലേക്ക് ചേരും, അല്ലെങ്കിൽ അയ്യപ്പനിലേക്ക് ചേരും. എന്നാൽ അവിടെ കൊള്ളയടിക്കുക അല്ലെങ്കിൽ അവിശുദ്ധിയിൽ വരുന്നവർ കത്തിത്തീരും. അതൊരു ശബരിമലയുടെ ശാസ്ത്രമാണ്. ഇതാണ് ശബരിമലയിൽ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി ആഭ്യന്തര വകുപ്പിന് ഉൾപ്പെടെ പൊള്ളുന്നത്. ശബരിമല കൊള്ളയുമായി ബന്ധപ്പെട്ട് വാസുവിനെ അറസ്റ്റ് ചെയ്യുന്നതും കൈവിലങ്ങ് വീണതുമാണ്. ഭക്ഷണം മോഷ്ടിച്ചപ്പോൾ കേരളം കൈകെട്ടി നിർത്തിയ മധുവിനെയും കേരളം കള്ളൻ എന്നാണ് വിളിച്ചത്. അത് ഒരു നേരത്തെ ആഹാരം കഴിക്കാനില്ലാത്തതുകൊണ്ട് ആഹാരം മോഷ്ടിച്ചു പോയ മധുവിനെ കള്ളൻ എന്ന് വിളിക്കുന്ന ഈ സമൂഹം, വാസു എന്ന് പറയുന്നത് നിസാരക്കാരനല്ല. ഈ തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറിയപ്പോൾ കൊള്ള നടത്തിയതാണ്. അപ്പോൾ കൈവിലങ്ങ് വീണതിൽ പൊള്ളുന്നവർക്ക് വിശ്വാസികൾ കൊടുക്കുന്ന മറുപടി കൈവിലങ്ങല്ല, ഇനി തീഹാറിൽ കിടക്കേണ്ട ഒരു അവസ്ഥ വന്നാലും ഞങ്ങളതിൽ സന്തോഷിക്കുകയുള്ളൂ. പത്മകുമാറിനെയും ഇതുപോലെ തന്നെ കൈവിലങ്ങ് അണിയിച്ചു കൊണ്ട് നിർത്തണം. ഇതിന് മുകളിലേക്കുള്ളവരുടെ കൈകളിലും, അത് എത്ര ദൈവതുല്യരാണെങ്കിലും അവരുടെ കയ്യിലും വിലങ്ങ് വീഴണമെന്ന് തന്നെയാണ് വിശ്വാസി സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം. നന്ദി. നമസ്കാരം.